സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ വൈകിട്ടാണെങ്കിലും നമ്മളിപ്പോൾ അത് എടുക്കാൻ പോവാണ് കേട്ടോ. ഗൈസ് അക്കുട് നമ്മളെങ്ങനെ പോണ്? വണ്ടി എടുക്കാൻ. വണ്ടി പുതിയ ഹെയർ സ്റ്റൈൽ ഇതൊക്കെ പറ്റി അതിട്ടോട് ബസ് ഇപ്പോൾ വരികയാണാവോ. ടാറ്റാ. നമ്മുടെ ബസ് വന്നു ഗായ്സ്. ദേ വരുന്ന ബസ്. ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് 4 തവണയായിട്ടോ ഞാൻ പന്താവൂരുള്ള സുസുക്കിയുടെ ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം പോയിട്ട് നമ്മൾ മോഡലൊക്കെ നോക്കി ഒരു 1000 രൂപ ജസ്റ്റ് ഒരു കൺഫർമേഷനുള്ള പോലെ പേ ചെയ്തു. പിന്നീട് പോയ സമയത്ത് ഒരു പകുതി മുക്കാൽ പേയ്മെൻറ്റ് നമ്മൾ ചെയ്തു കേട്ടോ, ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇന്നലെ, അതായത് 14-ാം തീയതി ഞാൻ വണ്ടി എടുക്കാൻ പോയി. വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ മൂഡ് ആകെ ശരിയല്ലായിരുന്നു. എൻ്റെതാ ഈ ഒരു മുഖം കണ്ടാൽ തന്നെ ആകെ മനസ്സിലാവും ഞാൻ ഭയങ്കര മൂഡൗട്ടായിരുന്നു. അങ്ങനെ ഷോറൂം വരെ പോയിട്ട് ഞാൻ തിരിച്ചു പോന്നു. എന്നിട്ട് ഇതാ നല്ല ഹാപ്പി മൂഡായിട്ട് ഞങ്ങൾ ഇന്ന് ഷോറൂമിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ എൻ്റെ സിസ്റ്ററും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കാണെങ്കിൽ അവർക്ക് ഭയങ്കര ദാഹം. അങ്ങനെ ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവൾ റിഫ്രഷായി. എനിക്ക് പിന്നെ ഷുഗർ ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും കഴിച്ചില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ ഗാർഡ് തെറ്റായിട്ടാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നത് വണ്ടിയാണ്. കാരണം ഗാർഡ് അവർ കറക്റ്റായിട്ടാണോ വെച്ചെന്നുള്ളത്. ഇപ്പോഴും കറക്റ്റായിട്ടൊന്നല്ല വെച്ചിട്ടുള്ളത്, പക്ഷേ ഫസ്റ്റ് സർവീസിന് എല്ലാം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമായിട്ടോ നമ്മൾ ഇന്നത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. ആക്സസ് 2025 മോഡൽ, സ്പെഷ്യൽ എഡിഷൻ, മാറ്റ് ബ്ലൂ. കാണാൻ ഒരു ചന്തൊക്കെ ഉണ്ട്. ഇനി പെർഫോമൻസ് ഒക്കെ നമുക്ക് ഓടിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. ഇതുവരെ കിട്ടിയൊക്കെ നല്ല റിവ്യൂ ആണ്. അങ്ങനെ വണ്ടി അടിമുടി നിരീക്ഷിച്ചതിന് ശേഷം ഇന്ന് തന്നെ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ സർവീസിൻ്റെ കാര്യമാണ്. നോർമൽ സർവീസ് 2 ഇയർ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റൻഡഡ് വാറൻറ്റിയിൽ സർവീസ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 5 വർഷമാണ് നമുക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 വർഷമാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഒന്നുമല്ല കേട്ടോ. അതിലൊരു 4 എണ്ണം മാത്രമാണ് ഫ്രീ ഉള്ളൂ. അതിൽ തന്നെ ചില സർവീസ് നമ്മൾ പേ ചെയ്യണം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ സർവീസും നമ്മൾ ഫുൾ എമൗണ്ട് തന്നെ പേ ചെയ്യണം. പിന്നെ നമ്മുടെ വണ്ടി ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. എന്താ ഈ പയ്യൻ വന്നിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഓൺ ആക്കുന്നത്, ഓഫ് ആക്കുന്നത്, പിന്നെ അതിൻ്റെ മീറ്റർ റീഡിങ്, ലോക്കിംഗ് സിസ്റ്റം, ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന ആ ഒരു പോർഷൻ, ഡിക്കി തുറക്കുന്നത്, അങ്ങനെ ബേസിക്കായിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ അവൻ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടവിനൊന്നല്ല വണ്ടി എടുക്കുന്നത്, ഫുൾ എമൗണ്ടിനാണ്. പല ആൾക്കാരും എന്നോട് ഓൺ റോഡ് പ്രൈസ് എത്രയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന വണ്ടി സുസുക്കി ആക്സസ് 125 2025 മോഡലാണ്. അതും സ്പെഷ്യൽ എഡീഷനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൺ റോഡ് പ്രൈസ് ഏകദേശം 113 വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇൻക്ലൂഡിങ് ആക്സസറീസ് ആണ് എടുത്തിട്ടുള്ളത്. ആക്സസറീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗാർഡ്, പിന്നെ മാറ്റ്, സീറ്റ് കവർ, അങ്ങനെ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഒരു 119 ആ ഒരു ആണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ഞാൻ ഒത്തിരി നാളായിട്ട് കാത്തിരുന്നതാണ്. ആക്ച്വലി എൻ്റെ ലക്ഷ്യം ഇതായിരുന്നില്ല, വേറെ ആയിരുന്നു. പിന്നെ ഒരു വഴിയില്ലാത്തതുകൊണ്ട്, എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ് നമ്മൾ ആക്സസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു. വണ്ടി എടുക്കാൻ അങ്ങനെ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിത് വണ്ടി എടുക്കാൻ പോവാണ്. ഹെൽമെറ്റ് മുഖ്യം ബിയിലെ. പക്ഷേ ഈ ഒരു ഹെൽമെറ്റ്, ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഹെൽമെറ്റ് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരെണ്ണം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെൽമെറ്റ് മേടിക്കണം. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്നൊരു മൊമെൻ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു കിടിലനായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും കാലം ഡിയോ ഓടിച്ചിട്ട് ഇതിലോട്ട് മാറുമ്പോഴത്തേക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഓടിക്കുന്ന വണ്ടി നമ്മൾ മാറ്റി ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഓടിക്കുമ്പോൾ ഇല്ല. പിന്നെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡി ആയി വരുന്നേ ഉള്ളൂ, ജസ്റ്റ് ഓടിച്ചല്ലേ ഉള്ളൂ.